ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജന ആൻഡ് ജസ് വിഷൻ. ഇന്ന് നമ്മളൊരു മോരുകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുമ്പളങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ മോരുകറി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ വലിയൊരു കഷ്ണം കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ മുറിച്ച് ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പുപൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ കുമ്പളങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോഴും നിങ്ങൾ വളരെ കുറച്ച് വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായി തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന മോരൊഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മോരിൻ്റെ പുളിയൊക്കെ അനുസരിച്ച് നമ്മൾ മോരൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇത് നമ്മളൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കറി വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.